ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമാകുന്ന മതവിഭാഗം ക്രൈസ്തവ മതമാണെന്ന വെളിപ്പെടുത്തലുമായി വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ആകെയുള്ള 198 രാജ്യങ്ങളിൽ 145 രാജ്യങ്ങളിലും ഏതെങ്കിലും വിധത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്യൂ റിസർച്ച്, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രീസ്റ്റ്ലി ഫ്രറ്റേണിറ്റി ഓഫ് സെയിന്റ് പീറ്റർ, എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ്, കൊറിയ ഫ്യൂച്ചർ ഇനീഷ്യേറ്റീവ്, ഓപ്പൺ ഡോഴ്സ് എന്നീ സംഘടനകളാണ് ക്രൈസ്തവ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2007 ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ 79 രാജ്യങ്ങളിലാണ് ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങേറിയതെങ്കിൽ 2018 124 രാജ്യങ്ങളിലാണ് ക്രൈസ്തവർക്കുമേൽ ഭരണകൂട ക്രൂരതകൾ അരങ്ങേറിയതെന്നാണ് പ്യൂ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം 2004 74 രാജ്യങ്ങളിൽ ക്രൈസ്തവർ സാമൂഹിക അരിശിതാവസ്ഥകൾ നേരിട്ടെങ്കിൽ 2018 ആയപ്പോഴേക്കും അത് 104 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതിദിനം 245 ദശലക്ഷം ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നതായാണ് പ്രീസ്റ്റ്ലി ഫ്രറ്റേണിറ്റി ഓഫ് സെയിന്റ് പീറ്റർ സംഘടനയുടെ റിപ്പോർട്ടുകൾ. 2019 മാത്രം 2983 ക്രൈസ്തവർ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടതായി ഓപ്പൺ ഡോഴ്സ് പുറത്തുവിട്ട വേൾഡ് വാച്ച് ലിസ്റ്റും വ്യക്തമാക്കുന്നു. ക്രൈസ്തവ പീഡനങ്ങൾ ഏറ്റവും രൂക്ഷമായ തോതിൽ അരങ്ങേറുന്ന 7 രാജ്യങ്ങളിൽ പീഡനങ്ങളുടെ പ്രധാന ഉറവിടം തീവ്ര ഇസ്ലാമിക സമ്മർദ്ദങ്ങളാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. നോർത്ത് കൊറിയയിലെ ജയിൽ ക്യാമ്പുകളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരുമായി കൊറിയ ഫ്യൂച്ചർ ഇനീഷ്യേറ്റീവ് നടത്തിയ അഭിമുഖങ്ങളിൽ മതസ്വാതന്ത്ര്യ നിഷേധത്തെ തുടർന്ന് അറസ്റ്റിലായ 273 പേരിൽ 215 പേരും ക്രൈസ്തവരായിരുന്നു. ക്രൈസ്തവരെ കാത്തിരിക്കുന്ന പീഡനമുറകൾ മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ നിഷ്ഠൂരങ്ങളാണെന്ന് തടവുകാർ വിവരിച്ചു. ബൈബിൾ കൈവശമുള്ളവരെ തൽക്ഷണം വെടിവെച്ചു കൊല്ലുന്ന പീഡനമുറകൾ നോർത്ത് കൊറിയയിൽ സർവ്വസാധാരണമാണെന്നും അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമായി. വിശ്വാസത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുന്ന സ്ത്രീകൾ ബലാത്സംഗങ്ങൾക്കും നിർബന്ധിത അബോഷണങ്ങൾക്കും നേരിടേണ്ടിവരുന്ന സാഹചര്യങ്ങൾ നോർത്ത് കൊറിയയിൽ നിലവിലുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അബോഷൻ നടപടികൾ പരാജയപ്പെട്ടാൽ നവജാത ശിശുക്കളെ അമ്മമാരുടെ കൺമുൻപിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതും ഭരണകൂടത്തിന്റെ ക്രൂരവിനോദങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.